നമസ്കാരം. ഇദ്ദേഹം കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കഴിഞ്ഞാൽ എന്തുണ്ടാക്കാനാണ്? ഇദ്ദേഹത്തിന് ഇന്ന് മര്യാദയ്ക്ക് മലയാളം പറയാൻ അറിയുമോ? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അറിയുമോ? കേരളത്തിലെ രാഷ്ട്രീയം ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയമല്ല. ആ രാഷ്ട്രീയം വേറെയാണ്. കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകണമെങ്കിൽ കേരളത്തിൽ അത് വർഷങ്ങളായി കളിച്ച് തഴക്കമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒട്ടേറെ വിമർശനങ്ങളായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ബി ജെ പി അണികൾ പോലും അന്ന് പറഞ്ഞിരുന്നത് എല്ലാം കാത്തിരുന്നു കാണാം എന്നുള്ളത് മാത്രമായിരുന്നു. ബി ജെ പി അണികൾക്കിടയിൽ പോലും വലിയ ആശങ്കയായിരുന്നു എന്താകും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് ഉള്ളത്. പക്ഷേ പൊടുന്നനെയാണ് കാര്യങ്ങൾ മാറിയത്. അന്ന് വരെ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ബി ജെ പി സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന എല്ലാ ഒരു ചട്ടങ്ങളും അല്ലെങ്കിൽ ചട്ടക്കൂടുകളും പൊളിച്ചുകൊണ്ട് തനി കോർപ്പറേറ്റ് കമ്പനിയുടെ രീതിയിലേക്കുള്ള അച്ചടക്കവും മെയ്വഴക്കവും പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആദ്യ ടാർഗറ്റായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇട്ടത്. ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയത്തിലോ അല്ലെങ്കിൽ ബി ജെ പിയുടെ മറ്റേതെങ്കിലും ജില്ലാ കാര്യാലയത്തിലൊക്കെ പോകുന്ന ഘട്ടത്തിൽ അവിടെ ഒരു ടാർഗറ്റ്, ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ഉണ്ടായിരുന്നു. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഇത്ര ദിവസം, 237 ദിവസം, 99 ദിവസം, അങ്ങനെ കൃത്യമായി ഒരു ടാർഗറ്റ് ക്ലോക്ക്, കൗണ്ട് ഡൗൺ ക്ലോക്ക് തന്നെ ഇട്ടുകൊണ്ട് ഓരോ ദിവസങ്ങളിലും എന്തൊക്കെ പണികൾ ആരൊക്കെ എവിടെയൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള പ്രൊഫഷണലിസം അവിടെ കൊണ്ടുവരാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം എനിക്ക് കാര്യമായി പേഴ്സണലി ബോധ്യപ്പെട്ട ഒരു സംഭവം എന്നത്, അന്ന് വരെ ബി ജെ പി നേതാക്കൾ കേരള സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം പറയുന്ന തരത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സ്ലോഗൻസും മറ്റു കാര്യങ്ങളുമാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ, രാജീവ് ചന്ദ്രശേഖറിൻ്റെ കീഴിൽ ബി ജെ പി സംസ്ഥാന ഘടകം തെരഞ്ഞെടുപ്പ് സ്ലോഗനായി ഉപയോഗിച്ചത് വികസിത കേരളം എന്നുള്ളതായിരുന്നു. ഈ വികസിത കേരളം എന്നുള്ള ഈ സ്ലോഗൻ, ഈ മുദ്രാവാക്യം ബി ജെ പിയെ ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി, അതായത് നിഷ്പക്ഷരായി മാറി നിൽക്കുന്നവരോ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധരോ ആയിട്ടുള്ളവർക്ക് പോലും സ്വീകാര്യത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി മാറി എന്നുള്ളത് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തന ശൈലിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ഓരോ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും സംസ്ഥാന ഭാരവാഹികളും ഇവർക്കെല്ലാം തന്നെ കൃത്യമായി ടാർഗറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഓരോ മണ്ഡലത്തിൻ്റെയാണോ അല്ലെങ്കിൽ ജില്ലകളുടെയാണോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെയാണോ എന്തിൻ്റെ ടാർഗറ്റാണോ അവർക്ക് അസൈൻമെൻ്റ് ആണോ കൊടുത്തിരിക്കുന്നത്, ആ അസൈൻമെൻറ്റ് കൃത്യമായിട്ടുള്ള കണ്ടിന്യൂസ് സ്ക്രൂട്ടിനി അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ്, അതായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന് മറ്റൊരു മാറ്റം കൊണ്ടുവന്നത്. ഇത്തരത്തിലുള്ള കൃത്യമായി സ്ക്രൂട്ടിനി നടത്താനും അല്ലെങ്കിൽ മോണിറ്ററിങ് നടത്തുന്നതിനും വേണ്ടി മറ്റൊരു സംവിധാനം അവിടെ ഏർപ്പെടുത്തുകയും ഒരു തേർഡ് പാർട്ടി സംവിധാനം തന്നെ അവിടെ ഏർപ്പെടുത്തുകയും രാജീവ് ചന്ദ്രശേഖർ ചെയ്തു. ബി ജെ പി നേതാക്കളല്ലാത്ത കൃത്യമായി ഐ ടി പ്രൊഫഷണലുകളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള ടാർഗറ്റുകൾ, ഇപ്പോൾ എക്സാമ്പിൾ, ഇന്ന ഒരു നേതാക്കൾക്ക്, ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ഇന്ന ജില്ലയിൽ പോയി അവിടുത്തെ ഒരു പ്രവർത്തനം നേതൃത്വം നൽകാനാണ് തീരുമാനിച്ചതെങ്കിൽ അന്ന് രാത്രി 10 മണി 11 മണിയാകുമ്പോൾ ആ നേതാവ് പോയി അവിടെ എന്താണ് ചെയ്തത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് വളരെ പെട്ടെന്ന് ലഭിക്കുന്ന തരത്തിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയതോടുകൂടി ബി ജെ പി സംസ്ഥാന ഭാരവാഹികളും ബി ജെ പി സംസ്ഥാന സമിതി അംഗങ്ങളും ബി ജെ പിയുടെ മറ്റ് ജില്ലാ പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ളവർക്കെല്ലാം തന്നെ കൃത്യമായ ഒരു മോണിറ്ററിങ് ഉണ്ടായി തുടങ്ങി. ആ മോണിറ്ററിംഗ് ആണ് വളരെ പെട്ടെന്ന് ടാർഗറ്റുകളിലേക്ക് എത്താൻ വേണ്ടി വഴി തെളിച്ചത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ തന്നെ ബി ജെ പി ശത്രുക്കളായി കണ്ടു എന്നുള്ളതാണ്. നേരത്തെ ബി ജെ പി ഏതെങ്കിലും, അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ ഭാഗമായി സി പി എമ്മിനെ മാത്രമായിട്ടായിരുന്നു, കോൺഗ്രസിനെ മാത്രമായിട്ടായിരുന്നു ഒരു പ്രധാന ശത്രുമായി അല്ലെങ്കിൽ മുഖ്യ ശത്രുമായി കണ്ടിരുന്നത്.
പക്ഷേ ഇത്തവണ ഇടതും മതിയായി വലതും മതിയായി ഇനി വരണം BJP അല്ലെങ്കിൽ NDA എന്ന തരത്തിലുള്ള ആ മുദ്രാവാക്യം അത് കേരളത്തിലെമ്പാടും ഉയർത്തിയിട്ടുള്ള ഒരു തരംഗം എന്ന് പറയുന്നത് BJP അല്ലെങ്കിൽ NDA UDF-നെയും അല്ലെങ്കിൽ കോൺഗ്രസിനെയും LDF-നെയും അല്ലെങ്കിൽ CPM-നെയും ഒരേപോലെയാണ് പൊളിറ്റിക്കലി ടാർഗറ്റ് ചെയ്യുന്നത് എന്ന തരത്തിലേക്ക് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്തരം ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു BJPക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എല്ലാം വലിയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത്തരത്തിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള ആദ്യ ടാർഗറ്റായി തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്ത് 21,000 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ തദ്ദേശ വാർഡുകളിലേക്ക് മത്സരിക്കുക എന്നുള്ള ടാർഗറ്റ് ഇടുകയായിരുന്നു. ആ ടാർഗറ്റ് നല്ല രീതിയിൽ തന്നെ അച്ചീവ് ചെയ്യാനും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ കേരളത്തിലെമ്പാടും വലിയ മുന്നേറ്റമുണ്ടാക്കാനും BJP കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ എല്ലാം തുടർച്ചയാണ്. ആ തുടർച്ച തന്നെയാണ് പിന്നീട് വന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇനി നമുക്ക് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലുള്ള BJP സംസ്ഥാന ഘടകം വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വോട്ട് ഷെയർ കുറയുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നവർക്ക് മുന്നിലേക്ക് ഒരു കണക്ക് വയ്ക്കുകയാണ്. 2021 13.64% ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം BJPക്ക് ലഭിച്ചത്. 2026 ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 16.75 വോട്ട് വീതമാണ് BJPക്കും NDAക്കും ലഭിക്കുന്നത്. അതായത് 3.11 വോട്ട് വീതത്തിൻ്റെ വർധനവ് BJPക്കും NDAക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഏകദേശം അതൊരു വലിയ മുന്നേറ്റം തന്നെയാണ്. കാരണം പ്രതികൂലമായിട്ടുള്ള UDF-ന് തീർത്തും അനുകൂലമായിട്ടുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ BJPക്ക് അനുകൂലമായിട്ട് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുകയും 3 സീറ്റ് എന്ന് പറയുന്ന നേട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കാരണം കോൺഗ്രസ്സിന് അനുകൂലമായി അത്രത്തോളം ഒരു വേവ് കേരളത്തിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു വേവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുപരി പിണറായി വിരുദ്ധ വേവ് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ധർമ്മടത്തിൽ അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദിന് അവിടുത്തെ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റിന് 7 റൗണ്ട് വരെ പിണറായി വിജയനെ വിറപ്പിച്ചു നിർത്താൻ സാധിച്ചത് എന്നുള്ളതും ഇതിനോടൊപ്പം ചേർത്ത് നമ്മൾ വായിക്കേണ്ടതാണ്. എന്തൊക്കെയായാലും BJP അണികൾക്കും BJP നേതാക്കൾക്കും ഒരു കാര്യം മനസ്സിലായി കാണും. അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കേരളത്തിലേക്കുള്ള എൻട്രിയുടെ സമയത്ത് രാജീവ് ചന്ദ്രശേഖറിനെ കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ, ഈ മലയാളം അറിയത്തില്ലാത്ത ഈ വ്യക്തിക്ക് കേരളത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക, കേരള പൊളിറ്റിക്സ് അറിയത്തില്ലാത്ത രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിൽ എന്തുണ്ടാക്കാനാണ് എന്നൊക്കെ ചോദിച്ചവർക്ക് രാജീവ് ചന്ദ്രശേഖറിനും കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയും. 0-ൽ നിന്ന് 3-ലേക്ക് BJPയുടെ വളർച്ച നിയമസഭയിൽ ഉണ്ടാക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖറിന് കഴിയും എന്നുള്ളതും ആ വോട്ട് ഷെയറിൽ ചെറിയ രീതിയിലുള്ള വർധനമാണെങ്കിലും 3.11% വോട്ട് ഷെയറിൻ്റെ വർധനവ് NDAക്ക് കേരളത്തിൽ BJPക്ക് കേരളത്തിൽ ഇത്രയധികം വലിയ UDF വേവ് ഉണ്ടായിട്ടും ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് തന്നെയാണ് അടിവരയിട്ട് പറയാൻ സാധിക്കുന്നത്.